ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഞാൻ ഇട്ടപ്പോൾ കുറച്ച് പേര് ചോദിച്ചു എന്നോട് സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ കുറച്ച് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പോകുന്നവരാണെങ്കിൽ എന്തായാലും സർട്ടിഫിക്കറ്റ്സ് എല്ലാം നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി എല്ലാം എടുത്തു വെക്കുന്നത് നല്ലൊരു കാര്യമാണ്. അല്ലെങ്കിൽ ആ ടൈമിൽ പോയി നമ്മൾ നടന്നാൽ കിട്ടണമെന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ വേണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും മീറ്റ് ചെയ്ത് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്കെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി. ഞാൻ കോളേജായിട്ട് കോൺടാക്റ്റ് ചെയ്തു. ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ വേണ്ടത്, അവിടെ ഏതൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ എനിക്കറിയാൻ പറ്റിയത് അവരെനിക്കൊരു ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് വേണം എന്നുള്ളൊരു ഇത് അയച്ചു തന്നു. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ എടുത്ത് പറഞ്ഞു തരാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് നീറ്റ് യു ജി, നമ്മൾ കഴിഞ്ഞ വർഷം എഴുതിയ നീറ്റ് യു ജിയുടെ അഡ്മിറ്റ് കാർഡ്, സ്കോർ കാർഡും, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ്. നമുക്ക് അവിടെ ചെന്ന് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതെല്ലാവരും പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെക്കുക. ഒരു 5 കോപ്പിയെങ്കിലും മിനിമം നമ്മുടെ കയ്യിൽ വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മുടെ കയ്യിൽ വേണ്ടത് ക്ലാസ് 10ൻ്റെ മാർക്ക് ലിസ്റ്റ് വേണം. പിന്നെ പ്ലസ് ടുവിൻ്റെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. +1 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഐ തിങ്ക് +2 ആണ് നമ്മളെല്ലാത്തിനും കൊടുക്കുന്നത്. +2 ആണ്. അപ്പോൾ +2ൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, അതൊക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് ഓൾറെഡി കിട്ടുന്നതാണ്. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. എൻ്റെ കാര്യത്തിൽ എനിക്ക് പ്രശ്നം വന്നത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റാണ്. നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. എൻ്റെ കയ്യിൽ ഓൾറെഡി വില്ലേജ് ഓഫീസറിൻ്റെ നിന്നുള്ള ഈ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മുസ്ലിംസ് ആണെങ്കിൽ OBC ഉള്ളവരാണെങ്കിൽ OBC NCL നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റാണ് നമ്മൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് തഹസിൽദാർ, ഔട്ട്സൈഡ് സ്റ്റേറ്റ് പോകുന്നവരാണെങ്കിൽ എന്തായാലും തഹസിൽദാരുടെ കയ്യിൽ നിന്നുള്ള നോൺ ക്രീമി ലെയറാണ് നമ്മുടെ കയ്യിൽ വേണ്ടത്. അപ്പോൾ അതെന്തായാലും എല്ലാവരും തഹസിൽദാരുടെ തന്നെയാണോ എന്ന് എന്തായാലും നോക്കി ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് നിമിഷം കിടന്ന് ഓടി ആ ടൈമിൽ വല്ല അവധിയൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് പണി കിട്ടും. അപ്പോൾ എന്തായാലും അത് വില്ലേജ് ഓഫീസറുടെ ആണോ തഹസിൽദാരുടെ ആണോ കിട്ടിയേക്കുന്നതെന്ന് നോക്കി ഉറപ്പ് വരുത്തുക. അപ്പോൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് OBCയുടെ ആണെങ്കിൽ NCL ആണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ തമിഴ്നാട് ഔട്ട്സൈഡ് സ്റ്റേറ്റാണ് നമ്മൾ അഡ്മിഷൻ നോക്കുന്നതെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഇതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്റ്റേറ്റ് സിലബസ് CBSE പഠിച്ചവർക്ക് ആവശ്യമില്ല. സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചവരാണെങ്കിൽ നമ്മുടെ കേരളയുടെ എക്സാം ആ സ്റ്റേറ്റിൽ അംഗീകരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തായാലും നമ്മൾ ഇപ്പോൾ ഏത് സ്റ്റേറ്റിലേക്കാണ് നമ്മൾ ഡിസ്ട്രിക്റ്റ് അല്ല, സ്റ്റേറ്റുകളിൽ നമുക്ക് ഇതാവശ്യമുണ്ട്, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കേട്ട റിവ്യൂ വെച്ചിട്ടാണെങ്കിൽ ആന്ധ്രയിലും തെലുങ്കാനയിലൊക്കെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നമ്മൾ ജോയിൻ ചെയ്ത് 1 വർഷത്തിനുള്ളിൽ എക്സാമിന് മുന്നേ, ഫസ്റ്റ് ഇയർ MBBS എക്സാമിന് മുന്നേ നമ്മൾ കൊടുത്താൽ മതി എന്നാണ് അറിഞ്ഞത്. പക്ഷേ തമിഴ്നാട്ടിൽ നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ തന്നെ അത് കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടില്ല. അപ്പോൾ അതെന്തായാലും ഇപ്പോൾ തമിഴ്നാടാണെങ്കിൽ അവരുടെ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ സൈറ്റ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതെല്ലാവരും ചെക്ക് ചെയ്ത് എലിജിബിലിറ്റി ആവശ്യമുള്ളവരാണെങ്കിൽ, ഔട്ട്സൈഡ് സ്റ്റേറ്റ് തമിഴ്നാടൊക്കെ നോക്കുന്നവരാണെങ്കിൽ അതെന്തായാലും കയ്യിലെടുത്ത് വെക്കുക. ഐ തിങ്ക് ഒരു 1700 ബിലോയാണ് അതിന് ഫീസ് അടക്കേണ്ടി വരുന്നത്. അപ്പോൾ അതെല്ലാവരും എടുത്തു വെക്കേണ്ടതാണ്. പിന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, അതും നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ്, നമ്മൾ പഠിച്ചിറങ്ങിയ സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ്. പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടാവണം. ആധാർ. പിന്നെ CBSE പഠിച്ചവരാണെങ്കിൽ 12th അഡ്മിറ്റ് കാർഡും നമ്മുടെ കയ്യിൽ വേണം. സ്റ്റേറ്റ് ആണെങ്കിൽ ആവശ്യമില്ല, CBSE ആണെങ്കിലാണ് 12th അഡ്മിറ്റ് കാർഡ് ആവശ്യം. പിന്നെ കയ്യിൽ എന്തായാലും ഇതിലിപ്പോൾ എനിക്ക് അയച്ചു തന്നതിൽ പറഞ്ഞിരിക്കുന്നത് 15 ഫോട്ടോയോളം, പാസ്പോർട്ട് സൈസ് 15 ഫോട്ടോയോളം വേണം എന്നാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു 30 എണ്ണമെങ്കിലും കയ്യിലെടുത്ത് വെക്കുക. കാരണം പല ആവശ്യങ്ങൾക്കായിട്ടും ഇനി വേണ്ടതാണ്. അപ്പോൾ എന്തായാലും ഒരു 30 ഫോട്ടോയെങ്കിലും, പാസ്പോർട്ട് സൈസ് ഫോട്ടോയെങ്കിലും നിങ്ങളുടെ കയ്യിൽ എടുത്ത് വെക്കുക. പിന്നെ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞത് 2 പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ആവശ്യമുണ്ടെന്നാണ്. അപ്പോൾ അതും കൂടി നിങ്ങളുടെ കയ്യിൽ കരുതുക. പിന്നെ ഇപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ കാറ്റഗറിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സും കയ്യിൽ കരുതുക. പിന്നെ വേറെ അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും, ഇപ്പോൾ സ്പോർട്സ് അങ്ങനത്തെയൊക്കെ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിലും എല്ലാം നിങ്ങൾ കയ്യിൽ കരുതി വെക്കുക.
എല്ലാത്തിൻ്റെയും ഒരു 5 കോപ്പി, ഈ പറഞ്ഞ പേപ്പേഴ്സിൻ്റെ സെറ്റിൻ്റെ ഒരു 5 കോപ്പിയെങ്കിലും മിനിമം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ടതാണിതില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ എല്ലാം ഒരു 5 കോപ്പി വീതെങ്കിലും ഓരോ സെറ്റായിട്ട് നിങ്ങൾ എടുത്തു വെക്കാം. അപ്പോൾ ഇത്രയാണ് സർട്ടിഫിക്കറ്റ്സ് ആവശ്യം എന്നാണ് അവരെനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ കൂടുതലൊന്നും വേറൊന്നും ആവശ്യമില്ല എന്നാണ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പോയിന്റ് ജോയിൻ ചെയ്ത ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും അവർ പറഞ്ഞത് വേറെ ഒന്നും ആവശ്യമില്ല, ഇത്രയൊക്കെ തന്നെയാണ്. പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ തഹസിൽദാരുടെ കയ്യിൽ നിന്നുള്ള ഇൻകം സർട്ടിഫിക്കറ്റും വെറുതെ എടുത്ത് വെച്ചു എന്തെങ്കിലും ആവശ്യം വന്നാലോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് നമുക്ക് സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ അറിയിക്കുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുക. എന്തായാലും ഞാൻ ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും, എനിക്കറിയാവുന്നത് വെച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വന്നത്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ ഇതെല്ലാം മുന്നേ കരുതി വെക്കുക. എനിക്ക് പറ്റിയ പോലെ ആ ടൈമിൽ കിടന്ന് നോക്കി ഹറിബറി ആയി കിട്ടാണ്ടായി വിഷമിക്കേണ്ട ഒരവസ്ഥ വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ആയതുകൊണ്ടാണ് എനിക്ക് ഫ്രീ എക്സിറ്റ് എടുക്കാൻ പറ്റിയത്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമുക്കറിയാം ഒരു കോളേജിൽ കിട്ടിയാൽ അവിടെ എന്തായാലും നമ്മൾ പോയി ചേർന്നേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ പിന്നെ ഒരു സീറ്റ് പോകാമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, കാരണം നമ്മൾ പഠിച്ചെഴുതിയ സംഭവമല്ലേ. അപ്പോൾ എല്ലാവരും ഇതെല്ലാം കയ്യിലുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. എല്ലാം ഒരു ഫയലിലാക്കി സൂക്ഷിച്ച് വെക്കുക. എല്ലാത്തിൻ്റെ ഒരു 5 കോപ്പിയോളം എടുത്ത് വെക്കുക. അപ്പോൾ ഈ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.